ചേർത്തലയിൽ അസ്ഥികൂട അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവത്തിലെ ദുരൂഹത നീക്കാൻ അന്വേഷണവുമായി പോലീസ്. വിവിധ ഭാഗങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള തിരോധാന കേസുകൾ അന്വേഷിക്കാനാണ് പോലീസ് നീക്കം. ചേർത്തല സ്വദേശി സിന്ധുവിനെ കാണാതായ കേസിലും പോലീസ് വിവരങ്ങൾ തേടി. 2020 ഒക്ടോബർ 19 ചേർത്തല തിരുവിഴിയിൽ നിന്നാണ് സിന്ധുവിനെ കാണാതായത്. തിരുവിഴ ക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞ് വൈകുന്നേരം 6 വീട് വിട്ടിറങ്ങിയ സിന്ധുവിനെ പിന്നെ ആരും കണ്ടിട്ടില്ല. മകളുടെ വിവാഹത്തിന് 2 മാസം മുൻപായിരുന്നു തിരോധാനം. അർത്തുങ്കൽ പോലീസ് കേസ് അന്വേഷിച്ചെങ്കിലും സിന്ധുവിനെ കണ്ടെത്താനായില്ല. 2024 ഡിസംബർ 28 കാണാതായ ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മയെ തിരഞ്ഞുള്ള അന്വേഷണമാണ് സെബാസ്റ്റ്യനിലേക്ക് എത്തിയത്. ഏറ്റുമാനൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ജൈനമ്മ ചേർത്തല പള്ളിപ്പുറം ഭാഗത്ത് എത്തിയതായി കണ്ടെത്തിയിരുന്നു. പിന്നാട് അന്വേഷണം മുന്നോട്ടു പോയില്ല. തുടർന്ന് കേസ് ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിലാണ് പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്നും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. സെബാസ്റ്റ്യന്റെ വീട്ടിനകത്തെ ഹാളിൽ രക്തക്കറയും ജൈനമ്മയുടെ ഫോണും ഇയാളിൽ നിന്ന് കണ്ടെത്തി. എന്നാൽ അസ്ഥികൂടം കൂടുതൽ ആശയക്കുഴപ്പങ്ങൾക്ക് കാരണമായി. അതാണ് മറ്റു 2 തിരോധാന കേസുകളിലേക്കും വഴി തുറന്നത്. അതേസമയം അസ്ഥികൂട അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ പള്ളിപ്പുറത്തെ വീട്ടിലും പരിസരത്തും വീണ്ടും പരിശോധന നടത്തും. ആലപ്പുഴ ക്രൈംബ്രാഞ്ചും അടുത്ത ദിവസം പരിശോധന നടത്തും. മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ നേരത്തെ പള്ളിപ്പുറം സ്വദേശി CM സെബാസ്റ്റ്യൻ അറസ്റ്റിലായിരുന്നു. 1.5 പതിറ്റാണ്ടിന് മുമ്പ് കാണാതായ കടക്കരപ്പള്ളി ബിന്ദു പത്മനാഭൻ കേസിലെ പ്രധാന പ്രതി എന്നാരോപിക്കുന്ന സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്നാണ് മനുഷ്യന്റേതെന്ന് കരുതുന്ന അസ്ഥികൾ കണ്ടെത്തിയത്. ചേർത്തലയിൽ നടന്നത് കൊലപാതക പരമ്പരയാണോ എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളെ ലക്ഷ്യമിട്ട് നടന്ന കൊലപാതക പരമ്പരയാണോ എന്നതടക്കം കൂടുതൽ അന്വേഷണത്തിലേ വ്യക്തമാകുകയുള്ളൂ. മനുഷ്യാവകാശ പരിസ്ഥിതി പ്രവർത്തകനും ചിന്തകനുമായ VB അജയ്കുമാർ അന്തരിച്ചു. ഇന്ന് പുലർച്ചെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഉച്ചയ്ക്ക് 1 മുതൽ 4 വരെ കൊടുങ്ങല്ലൂരിലെ വസതിയിലാണ് പൊതുദർശനം. സംസ്കാരം വൈകിട്ട് 5-ന് കൊടുങ്ങല്ലൂർ ചപ്പാറ ശ്മശാനത്തിൽ നടക്കും. ദളിത് ആദിവാസി പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ടിരുന്ന റൈറ്റ്സ് എന്ന സംഘടനയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായിരുന്നു അജയകുമാർ. നർമ്മദ ബച്ചാവോ ആന്തോളൻ, പീപ്പിൾസ് വാച്ച് തുടങ്ങിയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തനം തുടങ്ങിയ അജയകുമാർ നിരവധി UN സമ്മേളനങ്ങളിൽ പാർശ്വവൽകൃത സമൂഹങ്ങൾക്കായി പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. കാലാവസ്ഥാ വ്യതിയാനം ചർച്ച ചെയ്ത COP26, COP28 സമ്മേളനങ്ങളിലും പങ്കെടുത്തു. 2018 പ്രളയകാലത്ത് ദളിത് തീരദേശ മേഖലകളിലെ വിദ്യാർത്ഥികൾക്കായി നിരവധി പദ്ധതികൾക്ക് നേതൃത്വം നൽകി. കണ്ണൂരിന്റെ ജനകീയ ഡോക്ടറായിരുന്ന താണമാണിക്യക്കാവിന് സമീപത്തെ AK രൈരുഗോപാൽ 80 അന്തരിച്ചു. അരനൂറ്റാണ്ടോളം രോഗികളിൽ നിന്ന് 2 രൂപ മാത്രം വാങ്ങിയായിരുന്നു ഡോക്ടറുടെ സേവനം. പാവപ്പെട്ട രോഗികളുടെ ആശ്രയമായിരുന്നു ഡോക്ടറുടെ ക്ലിനിക്. വാർദ്ധക്യ സഹജമായ രോഗത്തെ തുടർന്നാണ് അന്ത്യം. അച്ഛൻ പരേതനായ ഡോക്ടർ AG നമ്പ്യാർ, അമ്മ പരേതയായ AK ലക്ഷ്മിക്കുട്ടിയമ്മ, ഭാര്യ PO ശകുന്തള, മക്കൾ ഡോക്ടർ ബാലഗോപാൽ, വിദ്യ, മരുമക്കൾ ഡോക്ടർ തുഷാര ബാലഗോപാൽ, ഭാരത് മോഹൻ, സഹോദരങ്ങൾ ഡോക്ടർ വേണുഗോപാൽ, പരേതനായ ഡോക്ടർ കൃഷ്ണഗോപാൽ, ഡോക്ടർ രാജഗോപാൽ. സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് പയ്യമ്പലത്ത്. വിട വാങ്ങിയത് കണ്ണൂരിന്റെ 2 രൂപ ഡോക്ടർ. കണ്ണൂരിൽ രോഗികളിൽ നിന്ന് 2 രൂപ ഫീസ് മാത്രം വാങ്ങിയ ജനകീയ ഡോക്ടറാണ് ശനിയാഴ്ച രാത്രി വിടവാങ്ങിയ രൈരുഗോപാൽ. 9 വർഷത്തിലേറെ 2 രൂപ മാത്രം വാങ്ങിയായിരുന്നു ചികിത്സ. സാധാരണക്കാരുടെ അത്താണിയായിരുന്നു ഡോക്ടറും അദ്ദേഹത്തിന്റെ ക്ലിനിക്കും. പുലർച്ചെ 4 മുതൽ വൈകിട്ട് 6 വരെ ഡോക്ടർ രൈരുഗോപാൽ രോഗികളെ പരിശോധിച്ചിരുന്നു. പിന്നീട് കുറച്ചുകാലം രാവിലെ 6 മുതൽ വൈകിട്ട് 4 വരെയാക്കി. മുൻപ് തളാപ്പ് LIC ഓഫീസിന് സമീപത്തെ വീട്ടിലാണ് 35 വർഷം രോഗികളെ പരിശോധിച്ചത്. താണമാണിക്യക്കാവിനടുത്ത് ലക്ഷ്മി എന്ന വീട്ടിലാണ് 10 വർഷത്തോളമായി രോഗികളെ പരിശോധിച്ചിരുന്നത്. കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ ചികിത്സയ്ക്കായി ഇവിടെ എത്താറുണ്ടായിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് മരുന്ന് സൗജന്യമായി നൽകിയിരുന്നു. ജില്ലയ്ക്ക് പുറത്തുനിന്നും രോഗികൾ എത്തിയിരുന്നു. 2024 മെയ് 8-ന് ഡോക്ടറുടെ വീടിന്റെ ഗേറ്റിൽ ഒരു ബോർഡ് പ്രത്യക്ഷപ്പെട്ടു. എന്റെ ജോലി ചെയ്യാനുള്ള ആരോഗ്യം എനിക്ക് ഇന്നില്ല, അതുകൊണ്ട് രോഗികളെ പരിശോധിക്കുന്നതും മരുന്ന് കൊടുക്കുന്നതും നിർത്തുകയാണ്. ഇതായിരുന്നു ബോർഡിലെ കുറിപ്പ്. ഇത് സാധാരണക്കാരായ രോഗികൾക്ക് വലിയൊരു ആഘാതമായിരുന്നു. 2 രൂപ ഡോക്ടറുടെ ഈ കുറിപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിൽ പങ്കുവച്ചത് കേരളമാകെ ചർച്ചയായിരുന്നു. ദേശീയ മാധ്യമങ്ങളിലും ഡോക്ടറെക്കുറിച്ച് ലേഖനങ്ങൾ വന്നിരുന്നു.
കുടുംബവഴക്കിനിടെ ഭർത്താവിന്റെ കുത്തേറ്റ് ചികിത്സയിലിരുന്ന ഭാര്യ മരിച്ചു. പത്തനംതിട്ടയിൽ ശനിയാഴ്ച രാത്രി നടന്ന സംഭവത്തിൽ അഞ്ചാനിക്കൽ നീട്ടിൽ ഷാരിമോൾ എന്ന ശ്യാമ 35 കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ പ്രതിയായ അജിക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആക്രമണത്തിന് ശേഷം അജി സ്ഥലത്തുനിന്ന് രക്ഷപ്പെടുകയായിരുന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു.